അടുത്ത ടോം ക്രൂസ് ആവോ? ടോം ക്രൂസ്. ഞാൻ ആങ്കറായി തുടങ്ങിയത് നീ അപ്പൊ ജനിച്ചില്ലായിരുന്നു, നീ മിണ്ടാതിരിക്കും. അടുത്ത ടോം ക്രൂസ് ആവോ? ടോം ക്രൂസ്. സിനിമയുടെ ആൾക്കാരോട് കണ്ടവരോട് ചോദിക്കാം. എനിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അവരോട് ചോദിച്ചാലോ നമുക്ക് എന്തെങ്കിലും കാര്യം. ആൾക്കാരുണ്ട്. ജീനു ബാക്കിൽ നല്ല സ്റ്റാഗാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിട്ട്? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇന്റർവ്യൂവിലും ക്ലൈമാക്സിലൊക്കെ കയ്യടികളൊക്കെ കിട്ടിയാണ്. നിങ്ങൾ കണ്ടോ? എന്തായാലും ന്യൂ ഇയർ ഐഡന്റിറ്റി കൊണ്ടുപോയി. നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ സിനിമ ത്രില്ലിംഗ് ആയിരുന്നു. ഇതായിരുന്നു ഞാൻ പറയാൻ ചോദിച്ച ആളോടാണ് ചോദിച്ചു ബാക്കി എല്ലാം എന്താണ് മൈക്ക് പിടിച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ ആങ്കറായി തുടങ്ങിയത് നീ അപ്പൊ ജനിച്ചില്ലായിരുന്നു, നീ മിണ്ടാതിരിക്കും. നല്ല കാര്യമല്ലേ, എല്ലാവരും പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർസ് ആവട്ടെ, അഭിഷേക് ഉൾപ്പെടെ. ഓക്കെ, അഭിഷേക് താങ്ക് യു. പറയാൻ കുറച്ചധികം ഇഷ്ടമായിട്ടുള്ള സിനിമയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ ഷൂട്ടിംഗ് പെർമിഷൻസ് ഒന്നും അധികം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. സോ അതൊരു വലിയൊരു ക്രൂവിൻ്റെ സീരീസ് സപ്പോർട്ടിൻ്റെയും എഡിറ്റിൻ്റെയും മ്യൂസിക്കിൻ്റെയും ആർട്ടിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടോടെ ചെയ്തൊരു സിനിമയാണ്. സോ അപ്പോൾ അത് പ്രേക്ഷകർ കാണുന്നു അറിയുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇല്ല, അടുത്ത കഥകൾ ആലോചിക്കുന്നു അത്രേ ഉള്ളൂ. ഐഡന്റിറ്റി സംഭവിക്കട്ടെ, ഐഡന്റിറ്റിയുടെ ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊന്ന് കാണുന്നറിയാണ്. തീർച്ചയായും. എല്ലാവരും ഐഡന്റിറ്റി തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഡിസിഷൻസ് മൊത്തം ഓഡിയൻസിനാണ്. വെയിറ്റിംഗ് ആണ്. എന്തോ ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് വന്നു. ഇനി എൻ്റെ വീട് വൈക്കമാണ്. അപ്പം ഇനിയിപ്പം ഇവിടെ കഴിഞ്ഞിട്ട് അവിടെ പോയി അവരുടെ കൂടെ പോകാം. താങ്ക് യു. നിങ്ങൾ വിളിച്ചു പറ, അർച്ചനേനെ ബാക്ക് ടു ബാക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പറയൂ. നല്ല എക്സ്പീരിയൻസ് അല്ല, നിങ്ങൾക്ക് പടം കണ്ടാൽ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംസാരം